അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കഹ്ഫ് നമ്മൾ തജ്വീദ് സഹിതം പാരായണം ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 30 ആയത്ത് വരെ ഓതി തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കി. അൽഹംദുലില്ലാഹ്. നമുക്ക് 31-ാമത്തെ ആയത്ത് ഒന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉലൈക ലഹും ജന്നാതു അദ്നിൻ تجري من تحتهم الأنهار يحلون فيها من أساور من ذهب ويلبسون ثيابا خضرا من سندس واستبرق متكئين فيها على الأرائك نعم الثواب وحسنت مرتفقا. 31-ാമത്തെ ആയത്തിൻ്റെ തജ്വീദ് നിയമം ഒന്ന് നോക്കാം. ഉലൈക, ഇവിടെ നോക്കൂ, വാവിന് ശേഷം ഒരു അലിഫിന് ശേഷം ഒരു വാവിൻ്റെ മുകളിൽ സുക്കൂൻ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ചിഹ്നത്തിന് വാവിൻ്റെ മുകളിൽ ഇങ്ങനെ സുക്കൂന് വന്നാൽ ഇവിടെ പ്രത്യേകിച്ച് ഇതിനൊരു ഉച്ചാരണം ഇല്ല. ഇതിവിടെ സൈലൻ്റ് ആണ് കേട്ടോ. അതിന് പ്രത്യേകിച്ച് ഒരു ശബ്ദം ഇല്ല. നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ പോലെ കൂട്ടിച്ചേർത്ത് ഓതി പോവുക. ഉലൈക, ഇവിടെ മദ് മുത്തസിലാണ് വന്നിട്ടുള്ളത്. ഒറ്റപ്പദത്തിൽ മദ്ദിന് ശേഷം ഹംസ വന്നു. ഓക്കെ, മദ് മുത്തസിൽ 4-5 ഹറക്കത്ത് നീട്ടി ഓതുക കേട്ടോ. ലഹും, ലഹും ഇവിടെ വ്യക്തമാക്കി ഓതി കൊടുക്കുക. ലഹും. ജന്നാത്തു, നൂന് ശ്രദ്ധ വന്നിട്ടുണ്ട്, നന്നായിട്ട് മണിക്കണം എന്നുള്ളത് നമുക്കറിയാം. മാത്രമല്ല നൂൻ്റെ കൂടെ അലിഫ് മദ്ദും ഉണ്ട്. ജന്നാത്തു, 2 അനക്കം നീട്ടുകയും ചെയ്യുക, നന്നായിട്ട് മണിക്കുകയും ചെയ്യുക കേട്ടോ. ജന്നാത്തു അദ്ന്, ദാലിന് സുക്കൂന് വന്നാൽ ഫുൾ സുക്കൂന് കൊടുക്കണം. ദാല് അൽക്കലയുടെ ലെറ്ററാണ്. അദ്ന്, ഇവിടെ നമ്മൾ നൂന് തൻവീന് വന്നിട്ടുണ്ട്. ഇവിടെ ഇഖ്ഫ ചെയ്യണം. രണ്ടും ഒരുമിച്ചല്ല വന്നിട്ടുള്ളത്. നിൻ എന്ന് ഓതാൻ കഴിയില്ല. ഇവിടെ ന എന്ന് പറഞ്ഞ് ഇഖ്ഫ ചെയ്യുക, മറച്ചു മണിച്ചോതുക കേട്ടോ. തജ്രി, ജീമിന് സുക്കൂന് വന്നാൽ കൽക്കലയുടെ ലെറ്ററാണ്, ഫുൾ സുക്കൂന് കൊടുക്കണം. തജ്രി. റഅന് ശേഷം യാ മദ് വന്നിട്ടുണ്ട്, 2 അനക്കം നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. തജ്രി. ഇവിടെയും നൂനെ ഇഖ്ഫ ചെയ്യണം, മറച്ചു മണിച്ചോദണം. ഓക്കെ, മിൻ സുക്കൂനില്ലല്ലോ, അപ്പം നമ്മളവിടെ ഇഖ്ഫ ചെയ്യണം, മറച്ചു മണിച്ചോതുക. ഓക്കെ. തഹ്തിഹിമുൽ, തഹ്തി, ഹന് സുക്കൂന് വന്നിട്ടുണ്ട്, ഹഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. തഹ്തിഹിമുൽ. അൻഹാറു, അൻ, ഇവിടെയും സുക്കൂന്, നൂനിന് സുക്കൂനുണ്ട്. അൻ, ഹഫ് സുക്കൂന് കൊടുക്കുക. അൻഹാറു, ഹന് സാധാരണ മദ് വന്നിട്ടുണ്ട്, മദ് അസ്ലി, 2 അനക്കം നീട്ടിക്കൊടുക്കുക കേട്ടോ. യുഹല്ലൗന, ലാമിന് ശ്രദ്ധയുണ്ട്, ലാമിനെ ഒന്ന് കനപ്പിച്ചു കൊടുക്കുക. യുഹ, ഹ ആണ്. യുഹല്ലൗന എന്ന് ഓതരുത്. യുഹ, ഹൻ്റെ ശബ്ദം പ്രത്യേകം ശ്രദ്ധിച്ച് ഓതുക കേട്ടോ. യുഹല്ലൗന ഫീഹ, ഫീ യാ മദ് വന്നിട്ടുണ്ട്, കൂടെ തന്നെ ഹൻ്റെ കൂടെ അലിഫ് മദ്ദും വന്നിട്ടുണ്ട്. സാധാരണ മദ്ദുകളാണ്, അവിടെയൊക്കെ നീട്ടിക്കൊടുക്കുക, 2 അനക്കോട്ടോ. ഫീഹ മിൻ അസാവിറ, മിൻ ഇവിടെ ഇൽഹാറാണ് അല്ലേ. നൂനിൻ്റെ മുകളിൽ സുക്കൂന് വ്യക്തമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, മിൻ എന്നവിടെ വ്യക്തമാക്കി ഓതി കൊടുക്കുക. മിൻ അസാവിറ, സീൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, 2 അനക്കം നീട്ടി ഓതണേ. അസാവിറ, റോ, അസാവിറ അല്ല, അസാവിറ, അസാവിറ. ഇവിടെ ഇഖ്ഫ ആണ്, ഇവിടെ ഇഖ്ഫ ആണ് അല്ലേ. നൂൻ്റെ മുകളിൽ സുക്കൂനില്ല, അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇഖ്ഫ ചെയ്യണം, മറച്ചു മണിച്ചോദനം.
ഇവിടെ ഇഖ്ഫ ചെയ്യുക. നൂനിൻ്റെ മുകളിൽ എന്തില്ല? സുക്കൂനില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇഖ്ഫ ചെയ്യണം. എന്നിങ്ങനെ ഓതിക്കൊടുക്കുക. നോക്കൂ, തെൻവീനു ശേഷം വൗ വന്നാൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ? മണിച്ച് കൂട്ടിച്ചേർത്തോതണം. ഇദ്ഗാംബ്യൊന്ന മണിച്ച് കൂട്ടിച്ചേർത്തോതുക കേട്ടോ. വയൽബസൂന വയൽബസൂന ഇവിടെ വാ മദ്ദുണ്ട്, രണ്ടനക്ക് നീട്ടി കൊടുക്കുക. യൽബസൂന സിയാബൻ സിയാബൻ രണ്ട് ഫത്ഹ ഒരുമിച്ച് വന്നിട്ടുണ്ട്. അവിടെ ഇൽഹാർ ചെയ്യുക, വ്യക്തമാക്കി ഓതുക. സിയാബൻ എന്ന് വ്യക്തമാക്കി ഓതുക കേട്ടോ. ഖുദ്റൻ ഖുദ് ഇവിടെ ദ്വാദിന് ഹാഫ് സുക്കൂന് കൊടുക്കണം. ഖുദ് ഖുദ് ഓക്കെ. ഇവിടെ ഖ തൊണ്ടയുടെ അക്ഷരമാണ്. ഹു ഹു ആ ഒരു തരിപ്പോട് കൂടി തന്നെ ഓതുക കേട്ടോ. ഖുദ്റമ്മി ഖുദ്റമ്മി തൻവീനു ശേഷം വന്നിട്ടുള്ള ലെറ്റർ മീമാണ് അല്ലേ? തൻവീനു ശേഷം മീമ് വന്നാൽ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. ഇത് ബ്യോന്ന മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതുന്നതിന് പറയുന്ന പേരാണ് കേട്ടോ, നിയമം. ഇവിടെ നൂൻ്റെ മുകളിൽ സുക്കൂനില്ല. ഇവിടെ ഇഖ്ഫ ആണ് കേട്ടോ. ഇവിടെ മറച്ച് മണിച്ചോദനം. ഇവിടെ ഇഖ്ഫ ആണ്. ഈ രണ്ട് സ്ഥലത്തും ഇഖ്ഫ ആണ്, മറച്ച് മണിച്ചോദനം. സുക്കൂനില്ലല്ലോ നൂൻ്റെ മുകളിൽ. ഓക്കെ. തൻവീനു ശേഷം വാവ് വന്നു. എന്താണ്? മണിച്ച് കൂട്ടിച്ചേർത്തോതണം അല്ലേ? ഇത് അമ്പ്യൊന്ന ചെയ്ത് കൂട്ടിച്ചേർത്തോതണം. ബന് സുക്കൂനുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫുള്ള് സുക്കൂന് കൊടുക്കണം. ബ കൽക്കലയുടെ ലെറ്റർ ആണ്. ഓക്കെ. വ പറയുമ്പം ചുണ്ടിനെ റൗണ്ടാക്കാനും മറന്നു പോവരില്ലേ? ഓക്കെ. ഫുൾ സുക്കൂന് കൊടുക്കുക. തെൻവീനു ശേഷം മീമു വന്നാൽ മണിച്ച് കൂട്ടി ചേർത്തോതണം. നമ്മൾ കുറേ സ്ഥലത്ത് പറഞ്ഞു അല്ലേ? തെൻവീനു ശേഷം മീമു വന്നാൽ മണിച്ച് കൂട്ടി ചേർത്തോതണം എന്നുള്ളത് നമ്മൾ കുറേ സ്ഥലത്ത് പഠിച്ചു. ഓക്കെ. മുത്ത ത തൻ്റെ മുകളിൽ എന്തുണ്ട്? ശ്രദ്ധയുണ്ട്. തനെ ഒന്ന് കനപ്പിക്കുക കേട്ടോ. മുത്തഖീന ഇതാ നമ്മൾ പറഞ്ഞു ഹംസ പല ലെറ്റേഴ്സിൻ്റെ മുകളിലും തായും ആയിട്ട് കൊണ്ടൊക്കെ വരും. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഹംസേനെ മാത്രം കേട്ടോ. മുത്തഖീന ഈ എന്നവിടെ നീട്ടിക്കൊടുക്കുക. രണ്ടനക്കം നീട്ടിക്കൊടുക്കുക. സാധാരണ മദ്ദാണ് കേട്ടോ. ഫീഹ ഫീഹ സാധാരണ മദ് രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കുക. അലൽ അറോഇക് അലൽ അല എന്ന് പറയുമ്പോൾ ലാമിൻ്റെ കൂടെ യാ മദ് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ നീട്ടൂല. കാരണം ഹംസത്തുൽ വസലിൻ്റെ മുന്നേ മദ്ദക്ഷരങ്ങൾ വന്നാൽ നീട്ടാതെ കൂട്ടിച്ചേർത്ത് ഓതിപ്പോണം. അലൽ എന്ന് കൂട്ടിച്ചേർത്ത് ഓതണം കേട്ടോ. അലൽ അറോഇക് നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ മദ് മുത്തസിലാണ്. ഒറ്റ പദത്തിൽ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നു. ഇവിടെ നമ്മൾ 4 or 5 ഹറക്കത്ത് നീട്ടി ഓതൽ നിർബന്ധമാണ് കേട്ടോ. നിഅമസ്സവാബു ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. ഐനിന് നിഅമസ്സവാബു സന് ശബ്ദ വരുമ്പോൾ എന്ത് ചെയ്യണം? ഒന്ന് കനപ്പിക്കുക കേട്ടോ. സവാബു രണ്ടനക്കം നീട്ടിക്കൊടുക്കുക. സൻ്റെ ഉച്ചാരണം നമ്മൾ പഠിച്ചതാണല്ലോ അല്ലേ? കാറ്റ് പുറത്തേക്ക് പോകുന്ന രൂപത്തിൽ പല്ലിൻ്റെയും നാവിൻ്റെ ഇടയിലൂടെ കാറ്റ് പുറത്തേക്ക് പോകുന്ന രൂപത്തിൽ നമ്മൾ സ എന്ന് ഉച്ചരിക്കണം. സ സ ഓക്കെ. സവാബു വഹസുനത് വഹസുനത് ഇവിടെ തൻ്റെയും അങ്ങനെ തന്നെ കാറ്റ് പുറത്തേക്ക് പോകുന്ന രൂപത്തിൽ വേണം ഥ് ഥ് എന്ന് സുക്കൂന് കൊടുക്കാനായിട്ട്. തന് സുക്കൂന് കൊടുക്കാനായിട്ട് കേട്ടോ. വഹസുനത് മുർത്തഫഖ മുർത്തഫഖ ഇവിടെ നിർത്തുകയാണ്, വഖഫ് ചെയ്യാണ്. ഇവിടെ അലിഫിലാണ്, അലിഫ് മദ്ദിലാണ് വഖഫ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ രണ്ടനക്കം നീട്ടി ഓതി വഖഫ് ചെയ്യുക കേട്ടോ. ഓക്കെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.